വിഭജിക്കയുടെ കാര്യത്തിൽ ഏക മകളെയാണ് ഒരറ്റത്ത് തൂക്കിക്കൊന്നത്. ഒരു കുഞ്ഞിനെ എടുത്ത് തൂക്കി അവരും മരണമടഞ്ഞു. ഇവിടെ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണിത്. ഒന്ന്, ഈ ഫാമിലി ലൈഫിൽ ഇവരെല്ലാവരും ഇപ്പം നമുക്ക് ഞാനീ പറഞ്ഞ കേസുകളിലെ എല്ലാവരും ആത്മഹത്യയുടെ കാരണമായി പറഞ്ഞിരിക്കുന്നത് ഭർത്താവിൻ്റെ പീഡനങ്ങൾ, ഗാർഹിക പീഡനത്തെക്കുറിച്ചാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ഇപ്പം വിഭജിക്കയുടെ കേസിലാണെങ്കിൽ നിതീഷ്, നീതു, മോഹനൻ, ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ശത്രുപക്ഷത്ത് നിൽക്കുകയാണ്. ഇവരൊക്കെയാണ് ഇതിൻ്റെ മരണത്തിൻ്റെ കാരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് സംഭവിച്ചിരിക്കുന്ന ഷാനിഫ ബാബു, അത് കെട്ടിടത്തിൽ നിന്നും ചാടി മരിച്ച കേസാണ്. എനിക്ക് തോന്നുന്നു 2018 മുതൽ ഇപ്പോൾ ഏറ്റവും അവസാനം അതുല്യ വരെ 9 പേരാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. യുവതികളായിട്ടുള്ള 9 പേര്, മലയാളി യുവതികൾ 9 പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് 2018 മുതൽ 2025 വരെ. അതുവരെയുള്ള കണക്കേ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. അതിന് മുമ്പുള്ള കണക്കുകൾ എടുക്കണമെങ്കിൽ ഇതിൻ്റെയൊക്കെ കണക്ക് വേറെ പോകും. സംഭവിക്കുന്ന ഒരു കാര്യം, ഇവർ ആത്മഹത്യ ചെയ്ത് അവിടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ, മരണപ്പെടാതെ കിടക്കുകയാണെങ്കിൽ അവിടുത്തെ നിയമത്തെ നേരിടേണ്ടി വരും. കേസാണ്. പ്രത്യേകിച്ചും ഇസ്ലാമിക നിയമമാണല്ലോ. ഇസ്ലാമിക നിയമപ്രകാരം ഖുർആൻ പറയുന്നത് ആത്മഹത്യ ഏറ്റവും വലിയ പാപമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആത്മഹത്യക്ക് ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അവർക്കെതിരെ അടുത്ത കർശനമായിട്ടുള്ള നടപടി എടുക്കും. ഇവിടെയാണെങ്കിലും പിഴയിൽ ഒതുങ്ങും.